ഹെർബാലൈഫ് ന്യൂട്രീഷൻ കഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വണ്ണം വെക്കുമോ, തടി കൂടുമോ? ഇത് പലർക്കും ഉള്ളൊരു സംശയമാണ്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഒരിക്കലും വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളതോ വെയിറ്റ് ലോസ് ചെയ്യാനുള്ളതോ ആയിട്ടുള്ള ഒരു കണ്ടന്റും അടങ്ങിയൊരു ഫുഡല്ല. ഇത് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഒരേ ബോട്ടിൽ നിന്ന് എടുത്ത് ഒരേ മിക്സിയിൽ ഒരുമിച്ചടിച്ച് രണ്ടു പേർക്കും സെർവ് ചെയ്ത് കഴിക്കാവുന്ന സാധനമാണ്. അതായത് ഈ ഒരു ഫുഡിൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, ഫൈബർ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ്. ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ വെയിറ്റ് ലോസ് ആവുന്നു, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ നമ്മൾ കാലറി മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ആവുന്നത്. നമ്മൾ നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലെ എപ്പോഴും കാർബ് കൂടുതലായിരിക്കും, ഫൈബർ വളരെ കുറവായിരിക്കും, ചില ദിവസങ്ങളിലൊന്നും പ്രോട്ടീൻ കിട്ടുന്നതേ ഉണ്ടാവില്ല. ഈ ഒരു സിറ്റുവേഷനിൽ എക്സസ് ആവുന്ന കാർബ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ആവും. ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നമ്മൾ എക്സസ് വെയിറ്റ് ആവും, വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ന്യൂട്രീഷൻ കഴിക്കുന്ന സമയത്ത് നമുക്ക് കാലറി നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. രാവിലെ നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്ന കാർബ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ന്യൂട്രീഷൻ ഷെയ്ക്ക് കുടിക്കുന്ന സമയത്ത് ഈ ഷെയ്ക്കിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, പ്രോട്ടീൻ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ക്ഷീണം, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആവശ്യത്തിന് ഉന്മേഷവും നല്ല ആരോഗ്യവും ഉണ്ടാവും. അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലെ നമ്മൾ നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്ന കാർബിനെ നന്നായിട്ട് കുറച്ച്, അതായത് ആദ്യം കഴിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ അളവ് കുറച്ച്, എത്ര തന്നെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നോ അത്രയും അളവിൽ തന്നെ ഫൈബറും കൂടെ എടുക്കുക. അതായത് രണ്ടും ഈക്വൽ ആക്കുക. അതിന്റെ കൂടെ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള എന്തെങ്കിലും ഫുഡും കൂടെ ഉൾപ്പെടുത്തി കഴിക്കുമ്പോൾ ഒരു സമീകൃത ആഹാരം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ കെട്ടി നിൽക്കുന്ന കൊഴുപ്പ് കുറേശ്ശെ കുറേശ്ശെ ശരീരം തന്നെ വലിച്ചെടുക്കാൻ തുടങ്ങും. എന്നാൽ ഈ ഫുഡ് കഴിച്ച് നമ്മൾ വെയിറ്റ് ലോസ് ആയി നമ്മളത് സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിക്കൂ. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ രാവിലെ കാർബ് കഴിച്ചു, ഉച്ചയ്ക്കും കാർബ് കഴിച്ചു, രാത്രിയിലും കാർബ് കഴിച്ചു, 3 നേരവും കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബിൽ എക്സസ് ആവുന്നത് മുഴുവനും നമ്മുടെ ഫാറ്റായിട്ട് ബോഡിയിൽ ഡെപ്പോസിറ്റ് ആവും. ഈ ഡെപ്പോസിറ്റ് ആവുന്നതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് വീണ്ടും വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും. അത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ നിർത്തിയത് കൊണ്ടല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം റൈറ്റ് അല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ നിങ്ങൾ ഒരാള് വെയിറ്റ് ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ഇതേ ഹാബിറ്റിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ഫുഡിന്റെ രീതി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വെയിറ്റ് കൂടില്ല. അതുപോലെ തന്നെ വെയിറ്റ് കുറവുള്ള ഒരാള് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്നതും സെയിം ഷേക്കാണ്, പക്ഷേ അവരുടെ കലോറി ഓൾറെഡി അവരുടെ ബോഡിയിൽ കുറവായിരിക്കും. അത് കുറേശ്ശെ കുറേശ്ശെ നല്ല ഗുഡ് പ്രോട്ടീൻ ഉള്ള ഫുഡ്, ഗുഡ് ഫൈബർ ഉള്ള ഫുഡ് ആഡ് ചെയ്ത് അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമുക്ക് ന്യൂട്രീഷൻ ചെയ്യുന്ന ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നോർമലി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടാതിരിക്കുന്ന ന്യൂട്രീഷൻസ്, വൈറ്റമിൻസ്, ഫൈബർ, പ്രോട്ടീൻ, ഇതൊരു കുറഞ്ഞ അളവിൽ ഡെയിലി ബേസിൽ കൃത്യമായിട്ട് ശരീരത്തിന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിന് ഒരു ഉന്മേഷം ഉണ്ടാവും, ക്ഷീണം മാറും. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമുക്കൊരു ഭക്ഷണം കുറച്ചു എന്ന രീതിയിലുള്ള ഒരു ക്ഷീണം, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സോ നമ്മുടെ സ്കിന്നൊക്കെ ഇമ്പ്രൂവ് ആവും. നമ്മൾ വാട്ടർ ഇൻടേക്ക് എല്ലാം റെഡി ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ച് ഗ്ലോ വയ്ക്കും. അത് നമ്മുടെ ഭക്ഷണ രീതി റൈറ്റ് ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ന്യൂട്രീഷൻ നിർത്തി എന്ന് വെച്ചിട്ട് ഒരാളും തടി കൂടൂല, ന്യൂട്രീഷൻ കഴിച്ചു എന്ന് വെച്ചിട്ട് ഒരാളും തടി കുറയേയില്ല.